നമസ്കാരം. ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വാനോളം ഉയരുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ മിന്നൽ വേഗത്തിലുള്ള ഇന്ത്യൻ സന്ദർശനം വെറും ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന് പാകിസ്ഥാനുണ്ടായ പുതിയ തിരിച്ചടി വ്യക്തമാക്കുന്നു. ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പും പ്രവർത്തന ചുമതലയും ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ നിന്നും UAE പിൻവാങ്ങിയത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതമായിരിക്കുകയാണ്. 2025 ഓഗസ്റ്റ് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നു വന്ന ചർച്ചകളാണ് ഇന്ത്യയുമായുള്ള UAEയുടെ ബന്ധം കൂടുതൽ ദൃഢമായതോടെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടത്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്ലാമാബാദ് വിമാനത്താവളം പുറം കരാർ നൽകുവാനുള്ള പദ്ധതിയിൽ നിന്ന് UAE പൂർണ്ണമായും താൽപ്പര്യം പിൻവലിച്ചു കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിലടക്കം ദുഷ്കരമായ സാഹചര്യങ്ങളിൽ വിമാനത്താവളങ്ങൾ നിയന്ത്രിച്ച പരിചയസമ്പത്തുള്ള UAE പാകിസ്ഥാനിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആ രാജ്യത്തോടുള്ള ആഗോള വിശ്വാസ്യത എത്രത്തോളം ഇടിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. രാഷ്ട്രീയമായ അസ്ഥിരതയും ഭരണരംഗത്തെ അഴിമതിയും കാരണം പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ സ്വകാര്യവൽക്കരിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട വിമാനത്താവള നടത്തിപ്പിൽ നിന്നും UAE പിന്മാറിയത് പാകിസ്ഥാൻ്റെ വിദേശ നിക്ഷേപ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റും തമ്മിൽ ദില്ലിയിൽ നടത്തിയ ചർച്ചകൾ കേവലം വ്യാപാര ബന്ധത്തിനുമപ്പുറം ഒരു സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് മാറിയിരിക്കുന്നു. സന്ദർശന വേളയിൽ ഒപ്പുവെച്ച പ്രതിരോധ സഹകരണത്തിനുള്ള കരാർ വരും ദശകങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാബന്ധം കൂടുതൽ ശക്തമാക്കും. ഇതിനു പുറമെ ഇന്ത്യയോടുള്ള സ്നേഹസൂചകമായി 900 ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കുവാനുള്ള UAEയുടെ തീരുമാനം നയതന്ത്ര തലത്തിൽ ഇന്ത്യ നേടിയ വലിയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ അവരുടെ സൈനിക ശേഷി സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും വേണ്ടി വാഗ്ദാനം ചെയ്യുമ്പോൾ UAE ഇന്ത്യയുടെ സാങ്കേതിക മികവിലും സാമ്പത്തിക ഭദ്രതയിലുമാണ് വിശ്വാസമർപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിലെ രണ്ട് കരുത്തരായ സൗദി അറേബ്യയും UAEയും തമ്മിൽ നിലനിൽക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ഇന്ത്യ സ്വീകരിച്ച നിഷ്പക്ഷവും എന്നാൽ ശക്തവുമായ നിലപാട് ഗൾഫ് രാഷ്ട്രങ്ങളെ ഇന്ത്യയോട് കൂടുതൽ അടുപ്പിച്ചു. 4 പതിറ്റാണ്ടായി പാകിസ്ഥാൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായിരുന്ന UAE ഇപ്പോൾ പാകിസ്ഥാനിലെ നിക്ഷേപങ്ങൾ ലാഭകരമല്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പകരം അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപം നടത്താനാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഊർജം, പ്രതിരോധം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി കൈകോർക്കുന്നതിലൂടെ ഒരു പുതിയ ഭൂരാഷ്ട്രീയ അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. ഇന്ത്യയുടെ ആഗോള സ്വീകാര്യതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളും ഗൾഫ് മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ മധ്യേഷ്യയിലും ദക്ഷിണേഷ്യയിലും ഇന്ത്യ ഒരു നിർണായകമായ ശക്തിയായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ വിളംബരമാണ് UAEയുടെ ഈ പുതിയ തീരുമാനങ്ങൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.